വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 9ൻ്റെ ബാക്കി പോർഷനാണ്. വെൽഡിംഗ് ഹീറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂൽ ഗ്യാസസ്. നമുക്ക് വെൽഡ് ചെയ്യാനുള്ള ആ ഹീറ്റ് ഒബ്റ്റൈൻ ചെയ്യുന്നത് ഫ്യൂവൽ ഗ്യാസസിൻ്റെ കമ്പസ്റ്റൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, ഫ്യൂവൽ ഗ്യാസസ് കാണും, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓക്സിജൻ കാണും. ഓക്കെ, ഓൾ ദ ഫ്യൂവൽ ഗ്യാസസ് ഇർക്ക് ഓക്സിജൻ ടു സപ്പോർട്ട് കമ്പസ്റ്റൻ. കമ്പസ്റ്റനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഓക്സിജൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജനെ പറയുന്നത് സപ്പോർട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഫ്യൂവൽ ഗ്യാസ് കാണും. അപ്പോൾ ഓക്സിയാസിറ്റിൻ വെൽഡിങ്ങിൽ അസിറ്റിലിൻ ആയിരിക്കും ഫ്യൂവൽ ഗ്യാസ്. ആസ് എ റിസൾട്ട് ഓഫ് ദ കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂവൽ ഗ്യാസസ് ആൻഡ് ഓക്സിജൻ എ ഫ്ലെയിം ഈസ് ഒബ്റ്റൈൻഡ്. അപ്പോൾ ഫ്യൂവൽ ഗ്യാസസിൻ്റെയും ഓക്സിജൻ്റെയും കമ്പസ്റ്റൻ്റെ ഫലമായിട്ട് ഒരു ഫ്ലെയിം ഒബ്റ്റൈൻ ചെയ്യും. ആ ഫ്ലെയിം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആ മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നത് ഫോർ വെൽഡിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫിഗറിൽ ഇത് ഫ്യൂവൽ ഗ്യാസ് ആണ്, ഇത് ഓക്സിജൻ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നു ഈ ഫ്ലെയിം ഉപയോഗിച്ച്. എന്നിട്ട് നമ്മൾ ഫില്ലർ റോഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ അതിൽ ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ഫ്യൂവൽ ഗ്യാസാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. 1 അസറ്റിലീൻ ഗ്യാസ്, 2 ഹൈഡ്രജൻ ഗ്യാസ്, 3 കോൾ ഗ്യാസ്, 4 LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. പിന്നെ ഫ്യൂവൽ ഗ്യാസിൻ്റെ കൂടെ ഒരു സപ്പോർട്ടർ ഉണ്ടെന്ന് പറഞ്ഞു, കമ്പസ്റ്റൻ. ആ സപ്പോർട്ടർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓൾ ഗ്യാസ് ഇസ് ബേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ, ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് സപ്പോർട്ടർ ഓഫ് കമ്പസ്റ്റൻ. ഇനി ഡിഫറെൻറ്റ് ഗ്യാസ് ഫ്ലെയിം ഉണ്ട്, അതിൻ്റെ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കുക. ഓക്സിജനും അസിറ്റിലും കൂടെ ചേർന്ന് ഓക്സി അസിറ്റിലിൻ ഗ്യാസ് ഫ്ലെയിം. ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേർന്നത് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം. ഓക്സിജനും കോളുമായിട്ട് ചേർന്നത് ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിം. ഓക്സിജനും LPGയും കൂടെ ചേർന്നത് ഓക്സി LP ഗ്യാസ് ഫ്ലെയിം. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് ആണ് ഈ ഫ്ലെയിമിൻ്റെ. ഓക്കെ, ഓക്സി അസിറ്റിലിൻ ഗ്യാസ് ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 3200 to 3300 ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 3100 to 3300. ഓക്കെ, ഓക്സി അസിറ്റിലിൻ ഗ്യാസ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ വെൽഡിങ് ഓൾ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്. എല്ലാ ഫെറസ് മെറ്റൽസിനെയും നോൺ ഫെറസ് മെറ്റൽസിനെയും വെൽഡ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ അലോയ്സ്, പിന്നെ ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഗേജിങ് ഓഫ് സ്റ്റീൽ, ബ്രേസിങ്, ബ്രോൺസ് വെൽഡിങ്, മെറ്റൽ സ്പ്രേയിങ്, പൗഡർ സ്പ്രേയിങ്. അപ്പം ഒരു കാര്യം പഠിക്കാൻ നേരത്ത് അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഈ ഓക്സി അസിറ്റിലിൻ ഗ്യാസ് ഫ്ലെയിം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത് മെയിൻലി ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസിനെയും അതിൻ്റെ അലോയ്സിനെയും ഗ്യാസ് കട്ടിങ്ങിനും ഗേജിങ്ങിനും പിന്നെ ബ്രേസിങ്, ബ്രോൺസ് വെൽഡിങ്, മെറ്റൽ സ്പ്രേയിങ്, പൗഡർ സ്പ്രേയിങ് എന്നിവയ്ക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 2400 to 2700 ആണ്. പിന്നെ അതിലെന്ന് പറയുന്നത് കാർബണിൻ്റെയും മോയ്സ്ചറിൻ്റെയും എഫക്റ്റ് ഉണ്ടാകും ഫ്ലെയിമിൽ. ഓക്കെ, അതൊരു ഡ്രോബാക്ക് ആണ്. കാർബൺ ആൻഡ് മോയ്സ്ചർ എഫക്റ്റ് ഇൻ ഫ്ലെയിം. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ബ്രേസിങ്, സിൽവർ സോൾഡറിങ് ആൻഡ് അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ്. അപ്പോൾ ഈ അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലെയിം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചും ആപ്ലിക്കേഷനുമാണ് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വരിക. അടുത്തത് ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഫ്ലെയിം, ഓക്സി LP ഗ്യാസ് ഫ്ലെയിം. അതിൻ്റെ ഫ്ലെയിം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2700 to 2800 ആണ്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്യാസ് കട്ടിങ് ഓഫ് സ്റ്റീലും ഹീറ്റിംഗ് പർപ്പസിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫ്ലെയിമിലും കാർബണിൻ്റെയും മോയ്സ്ചറിൻ്റെയും എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിം ആണ്. ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 1800 to 2200 ആണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സിൽവർ സോൾഡറിങ്ങിനും ബ്രേസിങ്ങിനുമാണ്. അപ്പോൾ ഈ സിൽവർ സോൾഡറിങ്ങും ബ്രേസിങ്ങും ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിമിനും യൂസ് ചെയ്യാറുണ്ട്, ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിമിനും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ അണ്ടർ ഗ്യാസ് കട്ടിങ്, അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ് അതായിരിക്കും ചോദിക്കാൻ ചാൻസ്. ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം അത് മാത്രമാണ് ഒറ്റ തിരിഞ്ഞ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഓക്സി ഗ്യാസ് ഫ്ലെയിമിനാണ് ടെമ്പറേച്ചർ കുറവ്, 1800 to 2200. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സിൽവർ സോൾഡറിങ്ങിനും ബ്രേസിങ്ങിനുമാണ്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സി അസിറ്റിലിൻ ഗ്യാസ് ഫ്ലെയിമാണ്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗ്യാസ് സിലിണ്ടേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ കണ്ടെയ്നർ യൂസ്ഡ് ടു സ്റ്റോർ ഡിഫറെൻറ്റ് ഗ്യാസസ് അറ്റ് ഹൈ പ്രഷർ സേഫ്ലി ആൻഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഫോർ വെൽഡിങ് ഓർ അതർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. ഇപ്പോൾ ഒരു സ്റ്റീൽ കണ്ടെയ്നറിൽ ഡിഫറെൻറ്റ് ഗ്യാസസ് സ്റ്റോർ ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഡിങ് പർപ്പസിനോ അതർ ഇൻഡസ്ട്രിയൽ യൂസിനോ ആയിരിക്കും. ഓക്കെ, അത്തരം സിലിണ്ടേഴ്സിനെയാണ് ഗ്യാസ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് ആർ കോൾഡ് ബൈ നെയിം ഓഫ് ദ ഗ്യാസ് ദേ ആർ ഹോൾഡിംഗ്.
ഏത് ഗ്യാസ് ആണോ അതിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ പേരിലായിരിക്കും ഗ്യാസ് സിലിണ്ടേഴ്സ് അറിയപ്പെടുന്നത്. ഈ ടേബിളിൽ ഓരോ ഗ്യാസ് സിലിണ്ടേഴ്സും അതിൻ്റെ കളർ കോഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്സിജനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക്. അതിൻ്റെ വാൽവ് ത്രെഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. പിന്നെ അസറ്റിലിൻ്റെ കളർ കോഡിങ് മെറൂൺ ആണ്. അവിടെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ് വാൽവിന് വരുന്നത്. പിന്നെ കോളിൻ്റെത് റെഡ് ആയിരിക്കും കളറ്, അതിൽ കോൾ ഗ്യാസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്. ഓക്കെ, ഈ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് വരുന്നതെല്ലാം ഫ്യൂവൽ ഗ്യാസ് ആയിരിക്കും. അടുത്തത് ഹൈഡ്രജൻ, അത് റെഡ് കളർ തന്നെയായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്. അടുത്ത നൈട്രജൻ എന്ന് പറയുന്നത് ഗ്രേ കളർ ആയിരിക്കും, അതിൻ്റെ ബ്ലാക്ക് നെക്ക് ആയിരിക്കും. ഓക്കെ, റൈറ്റ് ഹാൻഡ് ത്രെഡാണ് അവിടെ വരുന്നത്. പിന്നെ എയർ, ഓക്സിജന് പകരം നമ്മൾ എയറും യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. എയറിൻ്റെ കളർ കോഡിംഗ് എന്ന് പറയുന്നത് ഗ്രേ തന്നെയാണ്, റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. പിന്നെ പ്രൊപ്പൈൻ്റെ റെഡാണ്, പക്ഷേ ലാർജ് ഡയമീറ്ററും ആയിരിക്കും, നെയിം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും പ്രൊപ്പൈൻ എന്ന്. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്. പിന്നെ ആർഗൺ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്, റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അത് ബ്ലാക്ക് ആയിരിക്കും, അതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് വൈറ്റ് കളറായിരിക്കും, റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നോട്ട് ചെയ്യണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓക്സിജനോ അസിറ്റിലിനോ ആണ്. പിന്നെ പ്രൊപ്പൈനോ ആർഗണോ അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ടേബിൾ ഒന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അടുത്തത് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് ഷോർട്ടായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ അതെന്ന് പറഞ്ഞൊരു സീംലെസ് സ്റ്റീൽ കണ്ടെയ്നറാണ്. യൂസ് ടു സ്റ്റോർ ഓക്സിജൻ ഗ്യാസ് സേഫ്ലി ആൻഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി അണ്ടർ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് 150 kg/cm². യൂണിറ്റ് മറന്നു പോരുത്, ചിലപ്പം 150 Nm/mm² എന്നോ അങ്ങനെ ഏതെങ്കിലും വാല്യൂവിൽ കാണും. അപ്പോൾ അത് കൺവേർട്ട് ചെയ്താണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. 150 kg/cm² ആണ് മാക്സിമം പ്രഷർ. പിന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വെൽഡിങ്ങിനും കട്ടിങ്ങിനുമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നോക്കാൻ നേരത്ത് ഇപ്പോൾ ആ സിലിണ്ടറിൻ്റെ ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 1.295 മീറ്റർ ആണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇന്നർ ഡയ എന്ന് പറയുന്നത് 0.216 മീറ്റർ ആണ്. ഔട്ടർ എന്ന് പറയുന്നത് 0.229 മീറ്റർ ആണ്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഫിഗറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടാതിരിക്കാനാണ്. പിന്നെ ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം സീംലെസ് സോളിഡ് ഡ്രോൺ സ്റ്റീൽ ആൻഡ് ടെസ്റ്റഡ് വിത്ത് വാട്ടർ പ്രഷർ 225 kg/cm². അപ്പോൾ ഈ സിലിണ്ടർ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ഒരു വാട്ടർ പ്രഷർ ടെസ്റ്റ് നടത്തും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 225 kg/cm² ആണ്. സിലിണ്ടർ ടോപ്പ് ഈസ് ഫിറ്റഡ് വിത്ത് എ ഹൈ പ്രഷർ വാൽവ് മെയ്ഡ് ഫ്രം ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ്. ഓക്കെ, ആ സിലിണ്ടറിൻ്റെ ടോപ്പിൽ ഒരു ഹൈ പ്രഷർ വാൽവ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അസിറ്റിലിൻ്റെയും അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് വെച്ചിട്ടാണ് വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ സിലിണ്ടർ വാൽവ് ഹാസ് എ പ്രഷർ സേഫ്റ്റി ഡിവൈസ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രഷർ സേഫ്റ്റി ഡിവൈസ് ഉണ്ടാവും, ഈ കാണുന്നതാണ് ആ സേഫ്റ്റി ഡിവൈസ്. ഓക്കെ, വിച്ച് കൺസിസ്റ്റ് ഓഫ് എ പ്രഷർ ഡിസ്ക്. അതിലെന്ന് പറയുന്നത് ഒരു പ്രഷർ ഡിസ്ക് കാണും, സേഫ്റ്റി ഡിസ്ക് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ. വിച്ച് വിൽ ബേസ്റ്റ് ബിഫോർ ദ ഇൻസൈഡ് സിലിണ്ടർ പ്രഷർ ബിക്കംസ് ഹൈ ഇനഫ് ടു ബ്രേക്ക് ദ സിലിണ്ടർ ബോഡി. ഇപ്പോൾ ആ സിലിണ്ടറിൻ്റെ ഉള്ളിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ആ സിലിണ്ടർ ബോഡി പൊട്ടിത്തെറിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ഈ സേഫ്റ്റി ഡിവൈസ് ഉണ്ടല്ലോ, പ്രഷർ സേഫ്റ്റി ഡിവൈസിൽ ആ ഡിസ്ക് ബേസ്റ്റായി ആ ഗ്യാസിനെയൊക്കെ പുറത്തോട്ട് കളയും. ദ സിലിണ്ടർ വാൽവ് ഔട്ട്ലെറ്റ് സോക്കറ്റ് ഫിറ്റിംഗ് ഹാസ് സ്റ്റാൻഡേർഡ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. നേരത്തെ പറഞ്ഞിരുന്നു, സിലിണ്ടർ വാൽവിൻ്റെ ഔട്ട്ലെറ്റ് സോക്കറ്റ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടു വിച്ച് ഓൾ പ്രഷർ റെഗുലേറ്റേഴ്സ് മേ ബി അറ്റാച്ച്ഡ്. നമുക്ക് റെഗുലേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അത് അറ്റാച്ച് ചെയ്യാനായിട്ട് അവിടെ റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. സിലിണ്ടർ വാൽവ് ഈസ് ഓൾസോ ഫിറ്റഡ് വിത്ത് സ്റ്റീൽ സ്പിൻഡിൽ ടു ഓപ്പറേറ്റ് ദ വാൽവ് ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഒരു സ്റ്റീൽ സ്പിൻഡിൽ കൊടുത്തിട്ടുണ്ട്, അത് ഈ വാൽവ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യും. എ സ്റ്റീൽ ക്യാപ്പ് ഈസ് സ്ക്രൂഡ് ഓവർ ദ വാൽവ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഡാമേജ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ സിലിണ്ടർ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ടൈമിൽ ഈ സ്റ്റീൽ സ്പിൻഡിൽ അതിനൊന്നും പറ്റാതിരിക്കാനായിട്ട് അതിന് മുകളിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റീൽ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സിലിണ്ടർ ബോഡി എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലായിരിക്കും. പിന്നെ അതിൻ്റെ കപ്പാസിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 3.5 m³ ടു 8.5 m³ ആണ്. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 7 m³ ആണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
പിന്നെ ചാർജിങ് ഓഫ് ഗ്യാസ് ഇൻ ഓക്സിജൻ സിലിണ്ടർ. ഓക്സിജൻ സിലിണ്ടേഴ്സ് ആർ ഫിൽഡ് വിത്ത് ഓക്സിജൻ ഗ്യാസ് അണ്ടർ എ പ്രഷർ ഓഫ് 120 to 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആ പ്രഷർ റേഞ്ച് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. 120 to 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് ഓക്സിജൻ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആ സിലിണ്ടറിൽ. സിലിണ്ടേഴ്സ് ആർ ടെസ്റ്റഡ് റെഗുലർലി ആൻഡ് പീരിയോഡിക്കലി. ഈ സിലിണ്ടേഴ്സ് നമ്മൾ റെഗുലർ ആയിട്ട് പീരിയോഡിക്കലി ആയിട്ട് ടെസ്റ്റ് ചെയ്യും. ദേ ആർ അനീൽ ടു റിലീവ് സ്ട്രെസ്സസ് കോസ്റ്റ് ഡ്യൂറിങ് ഓൺ ദി ജോബ് ഹാൻഡ്ലിംഗ്. ഇപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അനീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അനീൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും സ്ട്രെസ്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദേ ആർ പീരിയോഡിക്കലി ക്ലീൻഡ് യൂസിങ് കോസ്റ്റിക് സൊല്യൂഷൻ. ഇപ്പം വേണമെങ്കിൽ ചോദിക്കാം അവർക്ക് എന്ത് വെച്ചിട്ടാണ് ഈ ഓക്സിജൻ സിലിണ്ടർ ക്ലീൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, അത് കോസ്റ്റിക് സൊല്യൂഷൻ വെച്ചിട്ടാണ്. കോസ്റ്റിക് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അസറ്റിലിൻ സിലിണ്ടറിനെ കുറിച്ചാണ്. ഡിസോൾഡ് അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതും ഒരു സ്റ്റീൽ കണ്ടെയ്നർ യൂസ് ടു സ്റ്റോർ ഹൈ പ്രഷർ അസറ്റിലിൻ ഗ്യാസ് സേഫ്ലി ഇൻ ഡിസോൾഡ് സ്റ്റേറ്റ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഓർ കട്ടിംഗ് പർപ്പസ്. അപ്പോൾ ഈ അസറ്റിലിൻ ഗ്യാസ് നമ്മളൊരു ഡിസോൾഡ് സ്റ്റേറ്റിലായിരിക്കും സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സേഫ് അല്ല ഒട്ടും അസറ്റിലിൻ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സിലോട്ട് പോകാൻ നേരത്ത് ഇതും ഒരു സീംലെസ് ഡ്രോൺ സ്റ്റീൽ ട്യൂബ് അല്ലെങ്കിൽ വെൽഡഡ് സ്റ്റീൽ കണ്ടെയ്നറിലോ ആണ് മെയ്ഡ് ചെയ്തിരിക്കുന്ന സിലിണ്ടർ. പിന്നെ ഇവിടുത്തെ വാട്ടർ പ്രഷർ റേഞ്ച് എന്ന് പറയുന്നത് ടെസ്റ്റ് പ്രഷറാണ്. അത് ടെസ്റ്റ് ചെയ്യുന്നത് 100 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്സിജൻ്റെ 225 ആയിരുന്നു, അത് നോട്ട് ചെയ്തേക്കണം. പിന്നെ സിലിണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രഷർ വാൽവ് മെയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് തന്നെയാണ്. സിലിണ്ടർ വാൽവ് ഔട്ട്ലെറ്റ് സോക്കറ്റ് ഹാസ് സ്റ്റാൻഡേർഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്, നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. അസറ്റിലിൻ റെഗുലേറ്റേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലും ഒരു സ്റ്റീൽ സ്പിൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റ് വാൽവ് ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ആ വാൽവ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. പിന്നെ ഇതിനും സ്റ്റീൽ ക്യാപ്പ് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ആ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് മെറൂൺ കളറിലായിരിക്കും പെയിൻറ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കപ്പാസിറ്റി ഓഫ് ദ ഡിസോൾഡ് അസറ്റിലിൻ സിലിണ്ടർ അതിനെയാണ് DA എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ DA എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഡിസോൾഡ് അസറ്റിലിൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 3.5 to 8.5 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 6 മീറ്റർ ക്യൂബാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, ഓർക്കുക. പിന്നെ അവിടെ ഒരു പ്രഷർ റിലീഫ് വാൽവ് വരുന്നുണ്ടായിരുന്നു സേഫ്റ്റി ആയിട്ട്. ഇവിടെ ഒരു ഫ്യൂസ് പ്ലഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക അസറ്റിലിന്. ഓക്കെ, ദ ബേസ് ഓഫ് ദ DA സിലിണ്ടർ കവർഡ് ഇൻസൈഡ്. അതായത് ഇവിടെ ഒരു സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് കൊടുത്തിട്ടുണ്ട്, ഫിറ്റഡ് വിത്ത് ഫ്യൂസ് പ്ലഗ് വിച്ച് വിൽ മെൽറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് അപ്രോക്സിമേറ്റ്ലി 100 ഡിഗ്രി സെൽഷ്യസ്. അതെന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ആവും. ഓക്കെ, ഇൻ കേസ് ദ സിലിണ്ടർ ഇസ് സബ്ജക്റ്റ് ടു ഹൈ ടെമ്പറേച്ചർ. ഇപ്പോൾ ഈ സിലിണ്ടറിൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്യൂസ് പ്ലഗ് ആദ്യം മെൽറ്റ് ആവും, എന്നിട്ട് ഈ ഗ്യാസിനെ ഇതുവഴി എസ്കേപ്പ് ആകാൻ സഹായിക്കും. ബിഫോർ ദ പ്രഷർ ഇൻക്രീസസ് ഇനഫ് ടു ഹാം ഓർ റപ്ചർ ദ സിലിണ്ടർ. ഓക്കെ, ഫ്യൂസ് പ്ലഗ്സ് ആർ ഓൾസോ ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ ടോപ്പിലും ഫ്യൂസ് പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട്. പിന്നെ മെത്തേഡ് ഓഫ് ചാർജിങ് DA ഗ്യാസ് സിലിണ്ടർ. ഇപ്പം ഓക്സിജൻ സിലിണ്ടർ പോലെ നമുക്ക് ഡയറക്റ്റ് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അസറ്റിലിൻ. അപ്പം അതിനൊരു പ്രത്യേക രീതിയിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, ദ സ്റ്റോറേജ് ഓഫ് അസറ്റിലിൻ ഗ്യാസ് ഇൻ ഇറ്റ്സ് ഗേഷ്യസ് ഫോം അണ്ടർ പ്രഷർ അബവ് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഇസ് നോട്ട് സേഫ്. നോട്ട് ചെയ്തേക്കുക, എബോവ് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ സേഫ് അല്ല ഗേഷ്യസ് ഫോമിൽ അസറ്റിലിൻ സ്റ്റോർ ചെയ്യാന്നുള്ളത്. എ സ്പെഷ്യൽ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ അസറ്റിലിൻ സേഫ്ലി ഇൻ സിലിണ്ടേഴ്സ് ആസ് ഗിവൺ ബിലോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ സിലിണ്ടേഴ്സിൽ കുറച്ച് പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിറയ്ക്കും. അതിൻ്റെ ഉള്ളിലേക്ക് അസറ്റോൺ എന്ന് പറയുന്ന ലിക്വിഡ് മീഡിയം ഹൈഡ്രോ കാർബൺ നമ്മൾ അതിൽ ചാർജ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് നമ്മൾ അസറ്റിലിൻ ഗ്യാസ് അതിൽ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിലിണ്ടേഴ്സ് ആർ ഫിൽഡ് വിത്ത് പോറസ് സബ്സ്റ്റൻസസ് ലൈക്ക് പിത്ത് ഫ്രം കോൺസ്റ്റോക്ക്, ഫുള്ളേഴ്സ് എർത്ത്, ലൈം സിലിക്ക, സ്പെഷ്യലി പ്രിപ്പയർഡ് ചാർക്കോൾ, ഫൈബർ ആസ്പെറ്റോസ്. ഇതെല്ലാം നമ്മൾ സിലിണ്ടേഴ്സിൽ ആദ്യം ഫില്ല് ചെയ്യും. എന്നിട്ട് ഹൈഡ്രോ കാർബൺ ലിക്വിഡ് നെയിംഡ് അസറ്റോൺ ഇമ്പോർട്ടൻ്റ് ആണ്. അസറ്റിലിൻ എന്തിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ചോദിക്കും, അത് അസറ്റോൺ ആണ്. അസറ്റോൺ ഈസ് ദെൻ ചാർജ്ഡ് ഇൻ ദ സിലിണ്ടർ വിച്ച് ഫിൽ ദ പോറസ് സബ്സ്റ്റൻസ്. എന്ന് പറയുന്ന ആ പോറസ് സബ്സ്റ്റൻസിനെ ഫില്ല് ചെയ്യും. അപ്പോൾ ഈ 1/3 ഓഫ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ സിലിണ്ടർ നമ്മുടെ അസറ്റോൺ ആയിരിക്കും. ഓക്കെ, അസറ്റിലിൻ ഗ്യാസ് ദെൻ ചാർജ്ഡ് ഇൻ ദ സിലിണ്ടർ അണ്ടർ എ പ്രഷർ ഓഫ് അപ്രോക്സിമേറ്റ്ലി 15 kilogram per centimeter square. The liquid acetone dissolves the acetylene gas in large quantity as safe storage medium. Hence it is called dissolved acetylene. Okay. ഈ ലിക്വിഡ് അസറ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റിലിൻ ഗ്യാസിനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഡിസോൾവ് ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് ഡിസോൾഡ് അസറ്റിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 1 വോളിയം ഓഫ് ലിക്വിഡ് അസറ്റോൺ എന്ന് പറയുന്നത് 25 വോളിയം ഓഫ് അസറ്റിലിൻ ഗ്യാസിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കും നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഡ്യൂറിംഗ് ദി ഗ്യാസ് ചാർജിങ് ഓപ്പറേഷൻ 1 വോളിയം ഓഫ് ലിക്വിഡ് അസറ്റോൺ ഡിസോൾവ്സ് 25 into 50, അതായത് 375 വോളിയംസ് ഓഫ് അസറ്റിലിൻ ഗ്യാസ് അണ്ടർ 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് 1 വോളിയം 25 വോളിയം അസറ്റിലിനെ ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഗ്യാസ് ചാർജിങ് ടൈമിൽ 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലുള്ള പ്രഷറിലാണ് അസറ്റിലിൻ ഇവിടെ നിറയ്ക്കുന്നത്. അപ്പോൾ 25 into 15 ചെയ്യുമ്പോൾ 375 വോളിയംസ് ഓഫ് അസറ്റിലിൻ ഗ്യാസ് അണ്ടർ 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. വൈൽ ചാർജിങ് കോൾഡ് വാട്ടർ വിൽ ബി സ്പ്രേഡ് ഓവർ ദ സിലിണ്ടർ. അപ്പോൾ ഈ പൊട്ടിത്തെറി ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് കോൾഡ് വാട്ടർ ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും സിലിണ്ടറിന്, സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ സിലിണ്ടർ ഡസ് നോട്ട് ക്രോസ് ദ സെറൻ ലിമിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഓക്സി അസിറ്റിലിൻ ഫ്ലെയിംസ് ആൻഡ് യൂസസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഓക്സി അസിറ്റിലിൻ ഗ്യാസ് ഫ്ലെയിം എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് വെൽ കൺട്രോൾഡ് ഫ്ലെയിം വിത്ത് ഹൈ ടെമ്പറേച്ചർ. 3200 3300 ആണ് അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. അത് വെൽ കൺട്രോൾഡ് ആയിരിക്കും. ഫ്ലെയിം ക്യാൻ ബി ഈസിലി മാനിപ്പുലേറ്റഡ് ഫോർ പ്രോപ്പർ മെൽറ്റിംഗ് ഓഫ് ദ ബേസ് മെറ്റൽ. അപ്പോൾ നമുക്ക് ഈസിലി ആയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ആ ബേസ് മെറ്റൽ പ്രോപ്പറായിട്ട് മെൽറ്റ് ചെയ്യുന്നതിന്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദ ബേസ് മെറ്റൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സി അസിറ്റിലിൻ ഫ്ലെയിം നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇത് ബേസ് മെറ്റലിൻ്റെ കെമിക്കൽ കമ്പോസിഷനെ ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് 3 തരം ഓക്സി അസിറ്റിലിൻ ഫ്ലെയിംസ് ഉണ്ട്. ഒന്നാമത്തെ ന്യൂട്രൽ, രണ്ടാമത്തെ ഓക്സിഡൈസിങ്, 3 കാർബറൈസിങ്. ഈ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയാൻ നേരത്ത് അതിൽ ഓക്സിജനും അസിറ്റിലും ഈക്വൽ പ്രൊപ്പോർഷനിലായിരിക്കും ഇൻ ദ ബ്ലോ പൈപ്പ്. ഓക്കെ, പിന്നെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ഒരു ക്ലിയർ റൗണ്ട് കോണായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഒരു ലെങ്തി ഫ്ലെയിം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ബാഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ ദിസ് ഫ്ലെയിം ഡസ് നോട്ട് ഹാവ് ബാഡ് എഫക്റ്റ് ഓൺ ദ ബേസ് മെറ്റൽ. മെറ്റൽ ഈസ് നോട്ട് ഓക്സിഡൈസ്ഡ് ആൻഡ് നോ കാർബൺ ഈസ് അവൈലബിൾ ഫോർ റിയാക്ടിങ് വിത്ത് ദ മെറ്റൽ. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഫുള്ള് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഓക്സിഡൈസേഷനോ കാർബൺ ഡെപ്പോസിറ്റോ ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ യൂസസ് ആണ്. ന്യൂട്രൽ ഫ്ലെയിം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മോസ്റ്റ് ഓഫ് ദ കോമൺ മെറ്റൽസിൽ നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം ആണ് യൂസ് ചെയ്യുന്നത്. മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ ആൻഡ് അലൂമിനിയം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് എക്സസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഓവർ അസറ്റിലിൻ ആസ് ദ ഗ്യാസ് കം ഔട്ട് ഓഫ് ദ നോസിൽ. അപ്പോൾ ഇതിൽ ഓക്സിജൻ കൂടുതലാണ്, അതുകൊണ്ടാണ് അതിനെ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഒരു റൗണ്ട് കോണായിരുന്നു, ഇവിടെ ഒരു ഷോർട്ട് പോയിന്റഡ് കോണാണ്, സ്മോളർ ഫ്ലെയിം ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഓക്സിഡൈസിങ് എഫക്റ്റ് ഉണ്ടാകും കാരണം എക്സസ് ഓക്സിജൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ the flame has an oxidizing effect on metals which prevents evaporation of zinc or tin in brass welding or bracing. അപ്പം ബ്രാസ് വെൽഡിങ്ങും ബ്രേസിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് സിങ്കോ ടിന്നോ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യും ഈ ഓക്സിഡൈസിങ് ഫ്ലെയിം യൂസ് ചെയ്യാൻ നേരത്ത്. അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് വെൽഡിങ് ഓഫ് ബ്രാസ് ആൻഡ് ബ്രേസിംഗ് ഓഫ് ഫെറസ് മെറ്റൽസ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ബ്രാസും ബ്രേസിംഗ് ഓഫ് ഫെറസ് മെറ്റൽസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കാർബറൈസിങ് ഫ്ലെയിം ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് അസിറ്റിലിനായിരിക്കും ഓവർ ഓക്സിജൻ. ഓക്കെ, പിന്നെ നമുക്ക് ആ ഫിഗറിൽ നിന്ന് നോക്കാനുള്ളത് ഇതിലൊരു എക്സസ് അസിറ്റിലിൻ ഫ്ലെയിം കാണും സറൗണ്ടിങ് ദ കോൺ. ആ കോണിന് ചുറ്റുമായിട്ട് എക്സസ് അസിറ്റിലിൻ ഫ്ലെയിം കാണും. പിന്നെ ഒരു ലെങ്തി ഫ്ലെയിം ആയിരിക്കും. ചിലപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ ഫിഗർ വന്നിട്ട് ഏത് ഫ്ലെയിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത്, അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ യൂസസ് അറിഞ്ഞിരിക്കണം. സ്റ്റെലൈറ്റിംഗ് അല്ലെങ്കിൽ ഹാർഡ് ഫേസിങ്, ലിൻഡെ വെൽഡിംഗ് ഓഫ് സ്റ്റീൽ പൈപ്സ്, ഫ്ലെയിം ക്ലീനിങ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർബറൈസിങ് ഫ്ലെയിം യൂസ് ചെയ്യുന്നത്. അതിൽ സ്റ്റെലൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ലിൻഡെ വെൽഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെലക്ഷൻ ഓഫ് ദ ഫ്ലെയിം ഈസ് ബേസ്ഡ് ഓൺ ദ മെറ്റൽ ടു ബി വെൽഡഡ്. അപ്പോൾ നമുക്ക് ഏത് ഫ്ലെയിമാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ആ മെറ്റലിനനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓക്സിഡൈസിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാസിനും കാർബറൈസിങ് യൂസ് ചെയ്യുന്നത് സ്റ്റെലൈറ്റിനുമാണ്. അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ, കോപ്പർ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം ഇവയെല്ലാം നമുക്ക് ന്യൂട്രൽ ഫ്ലെയിമിലാണ്. അതിൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന സ്ലൈറ്റ്ലി ഓക്സിഡൈസിങ് ആയിരിക്കും ന്യൂട്രലിൽ തന്നെ. അലൂമിനിയം എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി കാർബറൈസിങ് ആയിരിക്കും, ന്യൂട്രൽ ഫ്ലെയിം തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെലൈറ്റും ബ്രാസും ഓക്സിഡൈസിങ്ങും കാർബറൈസിങ്ങും തിരിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
ഓക്സിയസിഡിയം ഫ്ലെയിമിൻ്റെ യൂസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്കിനെ കുറിച്ചും ബാക്ക് ഫയറിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. ബാക്ക് ഫയർ എന്ന് പറയുന്നത് അറ്റ് സർട്ടൻ ടൈംസ് ഡ്യൂറിംഗ് ദ ഫ്ലെയിം ഇഗ്നിഷൻ ഇൻ ഗ്യാസ് വെൽഡിംഗ് എ സ്മോൾ എക്സ്പ്ലോഷൻ ഓഫ് ദ ഫ്ലെയിം ഒക്കേഴ്സ് അറ്റ് ദ ടോർച്ച് ടിപ്പ്. അപ്പോൾ നമ്മൾ ഈ വെൽഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ ടോർച്ച് ടിപ്പിൻ്റെ അവിടെ നിന്ന് ഒരു സ്മോൾ എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അറ്റ് സർട്ടൻ ടൈംസ് ഡ്യൂറിംഗ് ഫ്ലെയിം ഇഗ്നിഷൻ ഇൻ ഗ്യാസ് വെൽഡിംഗ് എ സ്മോൾ എക്സ്പ്ലോഷൻ ഓഫ് ദ ഫ്ലെയിം ഒക്കേഴ്സ് അറ്റ് ദ ടോർച്ച് ടിപ്പ്. ആ ഫ്ലെയിം മേ ഓർ മേ നോട്ട് ഗോ ഓഫ്. ചിലപ്പോൾ ആ ഫ്ലെയിം ഓഫ് ആകാം, അല്ലെങ്കിൽ ഓഫ് ആകാതിരിക്കാം. ഇതിനാണ് ബാക്ക് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് ഗ്യാസ് പ്രഷർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലോ ആണെങ്കിൽ, പിന്നെ ഈ നോസിലുണ്ടല്ലോ, ഈ നോസിൽ ഓവർ ഹീറ്റഡ് ആവുന്നരുത്. പിന്നെ നോസിലിൻ്റെ ഓറിഫീസ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതിൽ കാർബൺ ഡെപ്പോസിറ്റോ സ്പാർക്ക് ഡെപ്പോസിറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ബാക്ക് ഫയർ ഉണ്ടാകാം. പിന്നെ നമ്മുടെ ഈ നോസിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന മോൾട്ടൺ പൂളിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന ഒരു ബേസ് മെറ്റലുണ്ട്, അതിൽ ഈ നോസിൽ വന്ന് ടച്ച് ചെയ്യുന്നു. ആ ടൈമിലും ഇതേപോലെ ബാക്ക് ഫയർ ഉണ്ടാകാം. ദർ ഈസ് ലീക്കേജ് നിയർ നോസിൽ. നോസിലിനടുത്ത് നിന്ന് ഇവിടെ വേറൊരു ഓറിഫേസ് ഉണ്ടായി, അവിടെ നിന്ന് ലീക്കേജ് ഉണ്ടായാലും ഇതുപോലെ ബാക്ക് ഫയർ ഉണ്ടാകാം. ഓക്കെ, എലിമിനേറ്റ് ദ കോസ് ബിഫോർ പ്രൊസീഡിങ് ഫർദർ ടു അവോയ്ഡ് ബാക്ക് ഫയർ. അപ്പോൾ മൂലകാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തി അതിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഫയർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. സംടൈംസ് ഡ്യൂറിങ് ബാക്ക് ഫയർ ഉണ്ടാകുന്ന ചില സമയങ്ങളിൽ ഫ്ലെയിം ഓഫ് ആകും, ഫ്ലെയിം ഗോസ് ഓഫ് ആൻഡ് ദ ബേണിംഗ് അസറ്റിലിംഗ് ഗ്യാസ് ട്രാവൽസ് ബാക്ക്വേർഡ് ഇൻ ദ ബ്ലോ പൈപ്പ്. അപ്പോൾ ഈ ഫ്ലെയിം ഇവിടെ ഓഫായിട്ട് അസറ്റിലിംഗ് ഗ്യാസ് നമ്മുടെ ബ്ലോ പൈപ്പിലൂടെ തിരിച്ച് റിട്ടേൺ പോകും. അതായത് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ, പേരിൽ തന്നെ ഉണ്ട്, എന്തോ തിരിച്ചു പോകുന്നതാണ്. ഓക്കെ, ഇതിലെന്ന് പറയുന്നത് ബേണിംഗ് അസറ്റിലിംഗ് ഗ്യാസ് ട്രാവൽ ബാക്ക്വേർഡ് ഇൻ ദ ബ്ലോ പൈപ്പ് ടുവേർഡ്സ് എ റെഗുലേറ്റർ ഓർ സിലിണ്ടർ. ഫ്ലാഷ് ബാക്ക് എന്ന് പറയും. അപ്പോൾ ഈ ഫ്ലാഷ് ബാക്കും ബാക്ക് ഫയറും തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട്, ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ പഴയൊരു കാര്യം കാണിക്കുന്നതല്ലേ ഫ്ലാഷ് ബാക്ക്, അതുപോലെ തന്നെ ഇത് തിരിച്ചു പോകുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ഓർക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാക്ക് ഫയർ ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. സ്മോൾ എക്സ്പ്ലോഷൻ ഓഫ് ദ ഫ്ലെയിം ഒക്കേഴ്സ് അറ്റ് ദ ടോർച്ച് ടിപ്പ് എന്ന് ചോദിക്കും. ഇത് ബാക്ക് ഫയർ ആണ്. ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് ഫ്ലെയിം ഓഫായിട്ട് ഈ അസറ്റിലിംഗ് ഗ്യാസ് ബാക്കിലേക്ക്, അതായത് റെഗുലേറ്റർ അല്ലെങ്കിൽ ആ സിലിണ്ടറിൻ്റെ സൈഡിലേക്ക് പോകുന്ന ആ പ്രോസസ്സിനെയാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെൽഡിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. രണ്ട് തരം വെൽഡിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കും റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കും. അതിൻ്റെ മറ്റു പേരും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പോൾ ഫോർ ഹാൻഡ് ടെക്നിക്ക് ലെഫ്റ്റ് വേർഡ് ആണെന്നും ബാക്ക് ഹാൻഡ് ടെക്നിക്ക് റൈറ്റ് വേർഡ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ ഫോർ ഹാൻഡിനെ തന്നെ ഫോർവേഡ് എന്നും പറയും. ഓക്കെ, ബാക്ക് ഹാൻഡിനെ ബാക്ക്വേർഡ് എന്നും പറയും. ഈ ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് ഈസ് എക്സ്പ്ലെയിൻ ബിലോ ഫോർ ഡീറ്റെയിൽസ് ഓഫ് റൈറ്റ് വേർഡ് ടെക്നിക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കാണ്. ഇൻ വിച്ച് വെൽഡിംഗ് കമൻസസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ദ വെൽഡിംഗ് ജോബ് ആൻഡ് പ്രൊസീഡ്സ് ടുവേർഡ് ദ ലെഫ്റ്റ്. അതായത് റൈറ്റ് എഡ്ജിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ബ്ലോ പൈപ്പ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റൈറ്റ് ഹാൻഡ് എഡ്ജിൽ നിന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ആയതുകൊണ്ടാണ് അതിനെ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിന് തന്നെ ഫോർവേഡ് എന്നും ഫോർ ഹാൻഡ് ടെക്നിക്ക് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ബ്ലോ പൈപ്പിൻ്റെ ആംഗിളാണ്, പിന്നെ ഫില്ലർ റോഡിൻ്റെ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, ഇൻ ദിസ് കേസ് വെൽഡിംഗ് ഈസ് സ്റ്റാർട്ടഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ദ ജോബ് ആൻഡ് പ്രൊസീഡ്സ് ടുവേർഡ് ദ ലെഫ്റ്റ്. ബ്ലോ പൈപ്പ് ഈസ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 to 70. ഇമ്പോർട്ടൻറ്റ് PYQ ആണ്. PYQ 60 to 70 ഡിഗ്രി. ഓക്കെ, ബ്ലോ പൈപ്പ് ഹെൽഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 to 70 ആണ്. വിത്ത് ദ വെൽഡിംഗ് ലൈനുമായിട്ട് 60 to 70 ഡിഗ്രി. ഫില്ലർ റോഡ് ഈസ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ 30 to 40. ഫില്ലർ റോഡ് 30 to 40 ആണ്. അത് രണ്ടിലും സെയിം തന്നെയാണ്. റൈറ്റ് വേർഡിലും 30 to 40 തന്നെയാണ്. ദ വെൽഡിംഗ് ബ്ലോ പൈപ്പ് ഫോളോസ് ദ ഫോളോയിങ് വെൽഡിംഗ് റോഡ്. ഇവിടെ എന്ന് പറയുന്നത് വെൽഡിംഗ് ബ്ലോ പൈപ്പാണ് വെൽഡിംഗ് റോഡിനെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചാണ്. അടുത്ത കേസിൽ അത് ഡിഫറെൻ്റ് ആണ്. വെൽഡിംഗ് ബ്ലോ പൈപ്പ് വെൽഡിംഗ് ഫില്ലർ റോഡിനെ ഫോളോ ചെയ്യുന്നു. വെൽഡിംഗ് ഫ്ലെയിം ഈസ് ഡയറക്റ്റഡ് എവേ ഫ്രം ദ ഡെപ്പോസിറ്റഡ് വെൽഡ് മെറ്റൽ. ഇവിടെ ഫ്ലെയിം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെൽഡ് മെറ്റലിൽ നിന്ന് ഡയറക്റ്റഡ് എവേ ആണ്. ഓക്കെ, അടുത്ത കേസിലും അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ബ്ലോ പൈപ്പ് ഈസ് ഗിവൺ സർക്കുലർ ഓർ സൈഡ് ടു സൈഡ് മോഷൻ ടു ഒബ്റ്റെയിൻ ഈവൻ ഫ്യൂഷൻ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ജോയിൻറ്റ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ബ്ലോ പൈപ്പാണ് നമ്മളിങ്ങനെ അനക്കി കൊടുക്കുന്നത്. അതായത് ഒരു വെൽഡ് ചെയ്യാൻ നേരത്ത് അതിനൊരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വെൽഡിങ് അനക്കി കൊടുക്കുന്നത് ഇങ്ങനെ സൈഡ് ടു സൈഡ്, അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ.
അത് കൊടുക്കുന്നത് ഇവിടെ ബ്ലോ പൈപ്പിലാണ്. പിന്നെ സർക്കുലർ ഓർ സൈഡ് ടു സൈഡ് മോഷൻ ടു ഒബ്റ്റെയിൻ ഈവൻ ഫ്യൂഷൻ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ജോയിന്റ്. ഫില്ലർ റോഡ് ഈസ് ആഡഡ് ഇൻ ദ മോൾട്ടൻ പൂൾ ബൈ എ പിസ്റ്റൺ ലൈക്ക് മോഷൻ ആൻഡ് നോട്ട് മെൽറ്റഡ് ഓഫ് ബൈ ദ ഫ്ലെയിം ഇറ്റ് സെൽഫ്. അതായത് ഈ ഫില്ലർ റോഡ് എന്ന് പറയുന്നത് നമ്മൾ ആ മെൽറ്റ് ചെയ്ത ആ വർക്ക് പീസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഫ്ലെയിം വെച്ചിട്ട് അതിനെ മെൽറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് ഫില്ലർ റോഡിനെ. ഇഫ് ദ ഫ്ലെയിം ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ദ വെൽഡിംഗ് റോഡ് ഇറ്റ് സെൽഫ് ഇൻ ടു ദ പൂൾ. അപ്പോൾ നമ്മൾ ഫ്ലെയിം വെച്ചിട്ട് ആ വെൽഡിംഗ് റോഡിനെ മെൽറ്റ് ചെയ്ത് ആ പൂളിലേക്ക് ഇടുകയാണെങ്കിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ മോൾട്ടൻ പൂൾ വിൽ ബി റെഡ്യൂസ്ഡ്. ആ ബേസ്മെൻറ്റലിൻ്റെ മോൾട്ടൻ പൂളിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും. കോൺസിക്വൻ്റ്ലി ഗുഡ് ഫ്യൂഷൻ കാനോട്ട് ബി ഒബ്റ്റെയിൻ. അപ്പം കറക്റ്റ് ഫ്യൂഷൻ അവിടെ കിട്ടത്തില്ല, വെൽഡിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ എഡ്ജ് പ്രിപ്പറേഷൻ ഫോർ ലെഫ്റ്റ് വേർഡ് ടെക്നിക്. അപ്പോൾ ഈ ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിന് എഡ്ജ് പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മളൊരു ഫില്ലറ്റ് ജോയിൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ സ്ക്വയർ എഡ്ജ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഫോർ ബട്ട് ജോയിൻ്റ് എഡ്ജ് അതിൻ്റെ കേസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മൈൽഡ് സ്റ്റീലിൽ ബട്ട് വെൽഡ് ചെയ്യുന്നതിന് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഞ്ച് ബട്ട് വിത്തൗട്ട് ഗ്യാപ്പ് അപ് ടു 1.5 mm ആണേ. 1.5 mm തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ് അത് ഇതുപോലെ ഫ്ലാഞ്ച് ബട്ട് ചെയ്യുന്നു. ഓക്കെ, വിത്തൗട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ അപ് ടു 1.5 mm. അടുത്തതെന്ന് പറയുന്നത് ഫ്ലാഞ്ച് ബട്ട് വിത്ത് ഗ്യാപ്പ് 1.5 to 2 mm വരെയുള്ള തിക്നെസ്സിൽ ഫ്ലാഞ്ച് ബട്ട് വിത്ത് ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 mm ആയിരിക്കും. നോട്ട് ചെയ്തേക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് 2 to 3 mm തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ് ആണ് നമ്മൾ വെൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 mm ഗ്യാപ്പ് തന്നെ. സ്ക്വയർ ആയിരിക്കും, സ്ക്വയർ ബട്ട് വിത്ത് ഗ്യാപ്പ്. ഓക്കെ, എഡ്ജ് അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. എഡ്ജ് പ്രിപ്പറേഷൻ വരുന്നത് ഈ 4 to 5 mm റേഞ്ചിലുള്ള തിക്നെസ് ഉള്ള പ്ലേറ്റിലാണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് 1.5 to 2 mm ആണ് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ വി ആണ്. ഓക്കെ, സിംഗിൾ വി ബട്ട് വിത്ത് ഗ്യാപ്പ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്ലാഞ്ച് ബട്ട് വിത്തൗട്ട് ഗ്യാപ്പ് അപ് ടു 1.5 mm വരെ തിക്നെസ്സിന് ഫ്ലാഞ്ച് ബട്ട് വിത്തൗട്ട് ഗ്യാപ്പാണ്. 1.5 to 2 mm ആണെങ്കിൽ ഫ്ലാഞ്ച് ബട്ട് വിത്ത് ഗ്യാപ്പ് 1.5 mm ആണ്. 2 to 3 mm തിക്നെസ് ഉള്ള പ്ലേറ്റിന് സ്ക്വയർ ബട്ട് വിത്ത് ഗ്യാപ്പ് 1.5 mm ആണ്. 4 to 5 mm തിക്നെസ് ഉള്ള പ്ലേറ്റിന് സിംഗിൾ ബി ബട്ട് വിത്ത് ഗ്യാപ്പ് 1.5 to 2 mm ആണ്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ആ സിംഗിൾ ബിയുടെ ആ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. ഓക്കെ, അതധികം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഫോർ ഫില്ലറ്റ് ജോയിൻറ്റ്സ് 1 size ലാർജർ നോസിൽ ഇസ് ടു ബി യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ നോസിലിൻ്റെ സൈസൊക്കെ പറഞ്ഞായിരുന്നു. ഫില്ലറ്റ് ജോയിൻറ്റ് നമ്മൾ ഒരു സൈസ് ലാർജർ ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. എബോവ് 5 mm തിക്നെസ് ഉള്ള പ്ലേറ്റൊക്കെ നമ്മൾ റൈറ്റ് വേർഡ് ടെക്നിക്ക് വെച്ചിട്ടായിരിക്കും വെൽഡ് ചെയ്യുന്നതെന്ന് ഓർക്കുക. പിന്നെ ഈ ലെഫ്റ്റ് വേർഡിൻ്റെ യൂസസ് വരുന്നത് മൈൽഡ് സ്റ്റീൽ അപ് ടു 5 mm തിക്ക്. ഇപ്പോൾ നേരത്തെ കണ്ട 5 mm തിക്നെസ് വരെയുള്ള മൈൽഡ് സ്റ്റീലെല്ലാം ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾ മെറ്റൽസ് ബോത്ത് ഫെറസ് ആൻഡ് നോൺ ഫെറസ്, ഫെറസും നോൺ ഫെറസും എല്ലാം ചെയ്യുന്നത് ഈ ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ തന്നെയാണ്. അടുത്ത പഠിക്കാനുള്ളത് റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കാണ്. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് എഡ്ജിൽ നിന്ന് ടുവേർഡ്സ് റൈറ്റ് ആണ്. ഓക്കെ, ടുവേർഡ്സ് റൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. റൈറ്റ് വേർഡ് ടെക്നിക്ക് ലെഫ്റ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ദ വെൽഡിംഗ് ജോബ് ആൻഡ് ഇറ്റ് പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ റൈറ്റ്. ഓക്കെ, പിന്നെ ഇത് തിക്ക് പ്ലേറ്റ് വെൽഡ് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുന്നത്, 5 mm എബോവ് ഉള്ളത്. പിന്നെ എക്കണോമിക് വെൽഡും ഗുഡ് ക്വാളിറ്റി ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിനെ പറയുന്നത് ബാക്ക്വേർഡ് അല്ലെങ്കിൽ ബാക്ക് ഹാൻഡ് ടെക്നിക്ക് അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മറ്റു പേരും കൂടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ ഇവിടെ ബ്ലോ പൈപ്പിൻ്റെ ആംഗിളും ഫില്ലർ റോഡിൻ്റെ ആംഗിളും. ബ്ലോ പൈപ്പിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 40 to 50 ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കണം, ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് 40 to 50. പിന്നെ ഫില്ലർ റോഡിൻ്റെ സെയിം തന്നെ 30 to 40 ആണ്. പിന്നെ ഫില്ലർ റോഡ് ഫോളോസ് ദ വെൽഡിംഗ് ബ്ലോ പൈപ്പ്. ഇവിടെ ഫില്ലർ റോഡാണ് വെൽഡിംഗ് ബ്ലോ പൈപ്പിനെ ഫോളോ ചെയ്യുന്നത്. അവിടെ നേരെ തിരിച്ചായിരുന്നു ലെഫ്റ്റ് വേർഡിൽ. ഓക്കെ, പിന്നെ വെൽഡിംഗ് ഫ്ലെയിം ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ ഡെപ്പോസിറ്റഡ് വെൽഡ് മെറ്റൽ. ഇവിടെ എന്ന് പറയുന്നത് വെൽഡിംഗ് ഫ്ലെയിം എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ ഡെപ്പോസിറ്റഡ് വെൽഡ് മെറ്റൽ. ഡെപ്പോസിറ്റഡ് വെൽഡ് മെറ്റലിന് ഡയറക്റ്റഡ് ടുവേർഡ്സ് ആണ്, അവിടെ ഡയറക്റ്റഡ് എവേ ആയിരുന്നു. ഓക്കെ, പിന്നെ അവിടെ ബ്ലോ പൈപ്പിലായിരുന്നു നമ്മൾ ആ സർക്കുലർ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ കൊടുത്തത്. ഇവിടെ ഫില്ലർ റോഡിനാണ് റൊട്ടേഷൻ അല്ലെങ്കിൽ സർക്കുലർ ലൂപ്പ് മോഷൻ കൊടുക്കുന്നത് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. ബ്ലോ പൈപ്പ് മൂവ്സ് ബാക്ക് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ സ്റ്റെഡിലി ടുവേർഡ്സ് ദ റൈറ്റ്. ദിസ് ടെക്നിക് ജനറേറ്റ് മോർ ഹീറ്റ് ഫോർ ഫ്യൂഷൻ വിച്ച് മേക്സ് ഇറ്റ് എക്കണോമിക്കൽ ഫോർ തിക്ക് സ്റ്റീൽ പ്ലേറ്റ് വെൽഡിങ്. അപ്പോൾ ഇത് തിക്കായിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റിൻ്റെ വെൽഡിങ്ങിന് എക്കണോമിക്കലാണ്. പിന്നെ ഇവിടെയും എഡ്ജ് പ്രിപ്പറേഷൻ ഉണ്ട്. ഇവിടെ ബട്ട് ജോയിൻസിൻ്റെ എഡ്ജ് പ്രിപ്പറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് വേർഡ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ നേരത്ത്. ഓക്കെ, ഇപ്പം 5 to 6.3 mm വരെയുള്ള
പ്ലേറ്റിന് സ്ക്വയർ ബട്ടായിരിക്കും കൊടുക്കുന്നത്. 2.5 to 3 mm ആയിരിക്കും ഗ്യാപ്പ് വരുന്നത്. പിന്നെ 8 mm ആൻഡ് എബോയിൽ വരുന്നതിന് 3 to 4 mm ഗ്യാപ്പ് കൊടുക്കും. ഒരു സിംഗിൾ വി ബട്ടായിരിക്കും അവിടെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 16 mm ആൻഡ് എബോ വരുന്ന സ്ഥലത്ത് 3.15 ആയിരിക്കും ഗ്യാപ്പ്, ഡബിൾ വി ബട്ടായിരിക്കും അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ 3 ഇതേ പഠിക്കാനുള്ളൂ. അതെന്ന് പറയുന്നത് ഒന്ന് 5 to 6.3 mm തിക്നെസ് ഉള്ള പ്ലേറ്റിന് 2.5 to 3 mm ആണ് ഗ്യാപ്പ് കൊടുക്കുന്നത്, അവിടെ സ്ക്വയർ ബട്ടായിരിക്കും. പിന്നെ 8 mm ആൻഡ് എബോവിന് 3 to 4 ആയിരിക്കും ഗ്യാപ്പ് കൊടുക്കുന്നത്, അവിടെ സിംഗിൾ വി ആയിരിക്കും. പിന്നെ 16 എബോ ഉള്ള സ്ഥലത്ത് ഡബിൾ വി ബട്ട് വിത്ത് ഗ്യാപ്പ് ആയിരിക്കും. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് 3.15 mm ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ. ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ ദ വെൽഡിംഗ് ഓഫ് സ്റ്റീൽ എബോവ് 5 mm തിക്നെസ് ആൻഡ് ലിൻഡേ വെൽഡിംഗ് പ്രോസസ്സ്. അപ്പം ഇതെന്ന് പറയുന്നത് ലിൻഡേ വെൽഡിംഗ് പ്രോസസ്സിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലിൻഡേ വെൽഡിങ് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് റൈറ്റ് ഹാൻഡ് ആണ്, റൈറ്റ് വേർഡ് ആണ്. പിന്നെ കാർബറൈസിങ് ഫ്ലെയിം ആണ് യൂസ് ചെയ്യുന്നത് ലിൻഡേ വെൽഡിങ്. ഓക്കെ, ലെസ് കോസ്റ്റ് പെർ ലെങ്ത് റൺ ഓഫ് ദ വെൽഡ് ഡ്യൂ ടു ലെസ് ബിവൽ ആംഗിൾ. അപ്പം നമ്മളിവിടെ ബിവൽ ആംഗിളൊക്കെ കുറവായിരിക്കും കൊടുക്കുന്നത്. ലെസ് ഫില്ലർ റോഡ് ബീങ് യൂസ്ഡ്. പിന്നെ ഇൻക്രീസ് സ്പീഡ് കൂടുതലായിരിക്കും. വെൽഡ് ചെയ്യുന്നത് മച്ച് ഫാസ്റ്റർ ആയിരിക്കും. ഇറ്റ് ഈസ് ഈസി ടു കൺട്രോൾ ദ ഡിസ്റ്റോർഷൻ ഡ്യൂ ടു ലെസ് എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് സ്മോളർ വോളിയം ഓഫ് മോൾട്ടൺ മെറ്റൽ. അപ്പോൾ ഈ മോൾട്ടൺ മെറ്റലിൻ്റെ എക്സ്പാൻഷനോ കൺട്രാക്ഷനോ ഒക്കെ കുറവായിരിക്കും ഇവിടെ, അതുകൊണ്ട് ഡിസ്റ്റോർഷൻ കുറവായിരിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ദ ഫ്ലെയിം ബീയിങ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ ഡെപ്പോസിറ്റഡ് മെറ്റൽ, ഇറ്റ് ഈസ് അലൗഡ് ടു കൂൾ സ്ലോലി ആൻഡ് യൂണിഫോംലി. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റഡ് മെറ്റലിന് ഫ്ലെയിം എപ്പോഴും ഡയറക്റ്റ് ടുവേർഡ്സ് ആയതുകൊണ്ട് ഇത് കൂൾ ചെയ്യുന്നത് വളരെ സ്ലോലി ആയിരിക്കും, യൂണിഫോംലി ആയിരിക്കും. അപ്പോൾ ഒരു അനിലിംഗ് എഫക്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഗ്രേറ്റർ അനിലിംഗ് ആക്ഷൻ ഓഫ് ദ ഫ്ലെയിം ഓൺ ദ വെൽഡ് മെറ്റൽ ആസ് ഇറ്റ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഡെപ്പോസിറ്റഡ് മെറ്റൽ ഡ്യൂറിംഗ് വെൽഡിംഗ്. അപ്പോൾ അതിൽ സ്ട്രെസ് ഒക്കെ റിലീവ് ആകാനും ചാൻസ് ഉണ്ട്. വി ക്യാൻ ഹാവ് എ ബെറ്റർ വ്യൂ ഓഫ് ദ മോൾട്ടൺ പൂൾ ഗിവിംഗ് എ ബെറ്റർ കൺട്രോൾ ഓഫ് ദ വെൽഡ് വിച്ച് റിസൾട്ട്സ് ഇൻ മോർ പെനട്രേഷൻ. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതൽ പെനട്രേഷൻ ഉണ്ടാവും. ഓക്കെ, ദ ഓക്സിഡേഷൻ എഫക്റ്റ് ഓഫ് ദ മോൾട്ടൺ മെറ്റൽ ഇസ് മിനിമൈസ്ഡ് ആസ് ദ റെഡ്യൂസിംഗ് സോൺ ഓഫ് ദ ഫ്ലെയിം പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് കവറേജ്. ഇതിൻ്റെ അതൊരു റെഡ്യൂസിംഗ് സോൺ ഓഫ് ദ ഫ്ലെയിം ഉണ്ടാകും, അത് ഈ ഓക്സിഡേഷൻ എഫക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, മിനിമൈസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫില്ലർ റോഡ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ആണ്. ഫില്ലർ റോഡ് എന്ന് പറയുന്ന ഒരു മെറ്റാലിക് വയറാണ്, മെയ്ഡ് ഔട്ട് ഓഫ് ഫെറസ് ഓർ നോൺ ഫെറസ് മെറ്റൽ ടു ഡെപ്പോസിറ്റ് ദ റിക്വേർഡ് മെറ്റൽ ഇൻ എ ജോയിൻറ്റ് ഓർ ഓൺ ദ ബേസ് മെറ്റൽ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മെറ്റാലിക് വയർ ആയിരിക്കും, ഫെറസ് കൊണ്ടോ നോൺ ഫെറസ് മെറ്റൽ കൊണ്ടോ ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ ആ റിക്വേർഡ് മെറ്റലിൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ബേസ് മെറ്റലിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഫില്ലർ റോഡാണ്. ടൈപ്സ് ഓഫ് ഫില്ലർ റോഡ് എന്ന് പറയുന്നത് ഫെറസ് ഫില്ലർ റോഡ് ഉണ്ട്, നോൺ ഫെറസ് ഫില്ലർ റോഡ് ഉണ്ട്. അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് തന്നെ ഫെറസിനും ഉണ്ട്, അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് തന്നെ നോൺ ഫെറസിനും ഉണ്ട്. അപ്പോൾ ഈ ഫെറസ് ടൈപ്പ് ഫില്ലർ റോഡ് കണ്ടെയ്ൻസ് അയൺ, കാർബൺ, സിലിക്കൺ, സൾഫർ ആൻഡ് ഫോസ്ഫറസ്. അപ്പോൾ ഈ എലമെൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഫെറസ് ടൈപ്പ് ഫില്ലർ റോഡിൽ എന്തൊക്കെ എലമെൻ്റ് ഉണ്ടെന്ന്: അയൺ ഉണ്ട്, കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, സൾഫറും ഫോസ്ഫറസും ഉണ്ട്. പിന്നെ അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഉണ്ട്. അലോയ് ടൈപ്പ് ഫില്ലർ റോഡിൽ, അതായത് അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫെറസിൻ്റെ കാര്യം പറയുന്നത്, അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് കണ്ടെയ്ൻസ് അയൺ, കാർബൺ, സിലിക്കൺ. ഓക്കെ, അത്രയും കോമൺ ആണ്. പിന്നെ ആൻഡ് എനി വൺ ഓർ മെനി ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്, അതായത് മാംഗനീസ്, ഇപ്പോൾ ഈ സൾഫറും ഫോസ്ഫറസും ഇല്ല, അതിന് പകരം മാംഗനീസ്, നിക്കൽ, ക്രോമിയം, മൊളിബ്ഡിനം ആണെങ്കിൽ അത് അലോയ് ടൈപ്പ് ഫെറസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ ഫെറസ് ആണ്. അയൺ കാണും, കാർബൺ കാണും, സിലിക്കൺ കാണും. അതുകൂടാതെ മാംഗനീസ്, നിക്കൽ, ക്രോമിയം, മൊളിബ്ഡിനം എന്ന് പറയുന്ന ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് അലോയ് ടൈപ്പ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് നോൺ ഫെറസ് ഫില്ലർ റോഡാണ്. അത് എന്ന് പറയുന്നത് വിച്ച് കണ്ടെയ്ൻസ് എലമെൻറ്റ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്. നോൺ ഫെറസ് മെറ്റൽസ് കാണും, അതായത് അലൂമിനിയം, കോപ്പർ, എനി നോൺ ഫെറസ് മെറ്റൽ സച്ച് ആസ് അലൂമിനിയം, കോപ്പർ. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നോൺ ഫെറസ് അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് കോപ്പർ, അലൂമിനിയം, ടിന്ന്, ഇത് കൂടാതെ സിങ്ക്, ലെഡ്, നിക്കൽ, മാംഗനീസ്, സിലിക്കൺ എക്സെട്ര. അപ്പം ഇത്രയും എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം ക്വസ്റ്റ്യൻ വരാൻ നേരത്ത്. ഓക്കെ, ഇപ്പോൾ ഫെറസ് ഫില്ലർ റോഡ് എന്ന് പറയാൻ നേരത്ത് അതിൽ മേജർ ആയിട്ടുള്ളത് അയൺ, കാർബൺ, സിലിക്കൺ. നോൺ ഫെറസ് എന്ന് പറയാൻ നേരത്ത് അലൂമിനിയം, കോപ്പർ.
പിന്നെ ചില കേസിൽ ടിന്നും വരും. ഓക്കെ. പിന്നെ അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ ഫെറസ് മെറ്റൽ. അതിൽ സൾഫറും ഫോസ്ഫറസിനെയും റീപ്ലേസ് ചെയ്തിട്ട് മാംഗനീസോ നിക്കലോ ക്രോമിയോ മൊളിബ്ഡിനോ വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ നോൺ ഫെറസ് അലോയ് ടൈപ്പ് ഫില്ലർ റോഡ് നോൺ ഫെറസ് മെറ്റൽസിൻ്റെ കേസിൽ ഈ കോപ്പർ അലൂമിനിയം ടിന്ന് ഇത് കൂടാതെ സിങ്കോ ലെഡോ മാംഗനീസോ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് നോക്കാം, കൺഫ്യൂഷൻ ആവണ്ട. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്ക് നോക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഇത് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.